വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഈ പകൽക്കാലം അറിയിക്കുകയാണ്. ജീസസ് മിറക്കിൾ മിനിസ്ട്രീസിൻ്റെ വചന സന്ദേശം എന്ന ലൈവ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ബാബു പോൾ വർഗീസ് എന്നാണ്. ആർക്കെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ പറഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. എൻ്റെ ഫോൺ നമ്പർ 97 46 70 93 51 എന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് പ്രാർത്ഥനാ വിഷയങ്ങൾ, രോഗത്തിൻ്റെ വിഷയങ്ങൾ, സമാധാനമില്ലാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ, സാമ്പത്തികമായ ബുദ്ധിമുട്ട്, നിങ്ങളുടെ ഏത് വിഷയത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ്. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നിന്നാണ് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. യേശു ശമര്യയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. അങ്ങനെ അവർ സുഗാർ എന്നൊരു ശമര്യ പട്ടണത്തിൽ യാക്കോബ് തൻ്റെ പുത്രനായ യോസെഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. അവിടെ യാക്കോബിൻ്റെ ഒരു ഉറവുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6 മണി നേരമായിരുന്നു. ഒരു ശമര്യ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. അവൻ്റെ ശിഷ്യന്മാർ ഭക്ഷണസാധനം കൊള്ളുവാൻ പട്ടണത്തിൽ പോയിരുന്നു. ശമര്യ സ്ത്രീ അവനോട്, നീ യഹൂദനായിരിക്കെ ശമര്യക്കായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. യഹൂദന്മാർക്കും ശമര്യർക്കും തമ്മിൽ സമ്പർക്കമില്ല. അതിന് യേശു, നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കും, അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നെന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ ശമര്യ സ്ത്രീയുമായുള്ള കർത്താവിൻ്റെ സംഭാഷണമാണ് നാം ഇവിടെ കേട്ടത്. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, യാക്കോബ് തൻ്റെ പുത്രനായ യോസെഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. യഹൂദയ്ക്കും ഗലീലയ്ക്കും മധ്യയുള്ള ഒരു സ്ഥലമാണ് ശമര്യ എന്ന് പറയുന്നത്. യഹൂദന്മാരാൽ തിരസ്കരിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ്, ഒരു സമൂഹമാണ് ഇവിടെ താമസിച്ചിരുന്നത്. യഹൂദയ്ക്കും ഗലീലയ്ക്കും മധ്യയുള്ള ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ വഴി ശമര്യയിൽ കൂടിയായിരുന്നു. യേശുവിന് ശമര്യയിൽ കൂടി പോകേണ്ടി വന്നു. ഒന്നുകിൽ ധൃതിയിൽ പോകേണ്ടതിനോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ദൗത്യം നിർവഹിക്കേണ്ടതിനോ ഉണ്ടെങ്കിൽ മാത്രം കർത്താവ് ആ വഴി യാത്രയായതായിരിക്കും. യഹൂദന്മാർക്കുള്ളതുപോലെ മുൻവിധിയോടുകൂടിയ ഒരു സമീപനമല്ല കർത്താവിന് ശമര്യക്കാരോട് ഉണ്ടായിരുന്നത്. അവിടെ യാക്കോബിൻ്റെ ഉറവുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെയിരുന്നു. അപ്പോൾ ഏകദേശം 6 മണി നേരമായിരുന്നു. ഒരു ശമര്യ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട്, എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. യേശുവിൻ്റെ ശാരീരിക ക്ഷീണം അവിടുത്തെ മനുഷ്യപ്രകൃതിയെ വെളിപ്പെടുത്തുന്നു. കർത്താവിൻ്റെ മനുഷ്യപ്രകൃതിയും ദൈവപ്രകൃതിയും വെളിപ്പെടുത്തുന്ന പല സംഭവങ്ങളും നമുക്ക് ബൈബിളിൽ കാണുവാൻ സാധിക്കും. ദൈവം എന്ന നിലയിൽ അവന് ദാഹമുണ്ടാകേണ്ടതല്ല. ഏത് മനുഷ്യനെ പോലെയും ദീർഘയാത്ര യേശുവിനെ ക്ഷീണിതനാക്കി. യേശുക്രിസ്തു ദൈവം മാത്രമല്ല മനുഷ്യനും കൂടി ആയിരുന്നുകൊണ്ടാണ് ശാരീരികമായ ക്ഷീണം അനുഭവിക്കേണ്ടി വന്നത്. യോഹന്നാൻ 4:9 സ്ത്രീ അവനോട്, നീ യഹൂദനായിരിക്കെ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. യേശു അവളോട്, കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചിരുന്നു. യഹൂദന്മാർക്കും ശമര്യക്കാർക്കും സമ്പർക്കമില്ല. കാരണം അവർ ജാതികളായിരുന്നു. ഇസ്രായേൽ ജനം ഏറ്റവും കൂടുതൽ വെറുക്കുന്ന കൂട്ടമായിരുന്നു ശമര്യക്കാർ എന്ന് പറയുന്നത്. ദാഹിക്കുന്ന ഒരു സാധാരണ വ്യക്തിയായി, ഒരു യഹൂദനായി മാത്രം ഈ സ്ത്രീ കർത്താവിനെ കാണുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. എന്നാൽ തുടർന്ന് ഈ സ്ത്രീക്ക് കൂടുതലായി കർത്താവിനെക്കുറിച്ച് ഗ്രഹിക്കുന്നതിന് അവസരം വരുന്നു. വലിയ വാഗ്ദത്വം നൽകുന്ന ഒരു വ്യക്തിയായും പിന്നീട് ഒരു പ്രവാചകനായും ഒടുവിൽ രക്ഷിതാവായ മശിഹായായും യേശു ആരെന്ന് വ്യക്തമായി അറിയുന്നതിനും ഈ സ്ത്രീക്ക് ഇടവരുന്നു എന്നുള്ളതാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അതിന് യേശു, നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കും, അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. ദൈവരാജ്യത്തിനു വേണ്ടി ഈ സ്ത്രീയെ നേടണമെന്നതായിരുന്നു ക്രിസ്തുവിൻ്റെ ഉദ്ദേശം. അവളുടെ താല്പര്യങ്ങളെ കർത്താവ് എത്രമാത്രം ഉണർത്തിയെന്ന് നാം ശ്രദ്ധിക്കേണ്ടതാണ്. ജീവനുള്ള വെള്ളം എന്ന് പറയുന്നത് പുതിയ ജീവൻ എന്നതാണ് അതിൻ്റെ അർത്ഥം.
അതിൽ വീണ്ടും ജനനം, നിത്യജീവൻ, വിശ്വാസികളുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വാസം എല്ലാം ഇതിൽ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. ഇതെല്ലാം യേശുവിനോട് ചോദിച്ച് വാങ്ങാവുന്നതാണ്. അതൊരു ദാഹമാണ്. യേശുവിന് മാത്രമേ ഈ ദാനങ്ങൾ നൽകുവാൻ കഴിയുകയുള്ളൂ. ദൈവം പഴയ നിയമത്തിലും ആത്മീയ ജീവൻ്റെ പ്രതീകമായി ഉപയോഗിച്ചിട്ടുണ്ട്. ശമരസ്ത്രീ കർത്താവിൻ്റെ വാക്കുകളെ പൂർണ്ണമായി തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അന്നും ഇന്നും അത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ വാക്കുകൾ കേവലം അതിൻ്റെ ആയിരിക്കുന്ന അല്ലെങ്കിൽ ആശ്ചര്യമായ അർത്ഥത്തിൽ എടുക്കുകയായിരുന്നു അവൾ. ആത്മീയ കാര്യങ്ങളെക്കുറിച്ചാണ് ക്രിസ്തു സംസാരിച്ചതെന്ന് അവൾ ഗ്രഹിച്ചില്ല. താൻ സാധാരണ ജലത്തെ സംബന്ധിച്ചല്ല ആത്മീയ കാര്യങ്ങൾ സംസാരിക്കുകയാണെന്ന് ക്രമേണ യേശു അവൾക്ക് മനസ്സിലാക്കി കൊടുത്തു. യോഹന്നാൻ 4:13 ഒരു നാളും ദാഹിക്കുകയില്ല എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവാകുന്ന വെള്ളം കുടിക്കുന്നവന് ഒരിക്കലും ആത്മീയ ദാഹം ഉണ്ടാകുകയില്ല എന്നുള്ളതാണ് നമുക്ക് വചനത്തിൽ കാണുവാൻ സാധിക്കുന്നത്. സ്തോത്രം. അവർ അതിൽ പൂർണ്ണ തൃപ്തരായിരിക്കും. ജനനവും ദൈവാത്മാവിനാൽ ജീവനും പ്രാപിച്ചവർ പിന്നീട് ആയുധനായി വീണ്ടും ദാഹിക്കേണ്ടതില്ല. അവർ അന്തർദാഹത്തെ ശമിപ്പിക്കുന്ന നീരുറവകൾ ഉണ്ട് എന്നുള്ളതാണ്. ക്രിസ്തു തരുന്ന ജീവിതം വിശ്വാസികളുടെ ഹൃദയത്തിൽ നിന്നും വരുന്ന അരുവികൾ പോലെയാണ്. അതും സമൃദ്ധിയായ ജീവനാണ്. ആ ജലം ഏത് ഉറവിടത്തിൽ നിന്ന് ഒരാൾക്ക് കുടിക്കാനാകും, അല്ലെങ്കിൽ ഏത് വിധത്തിൽ കുടിക്കാനാകും എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ. കർത്താവായ യേശുവിൽ വിശ്വസിക്കുകയും യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് അതിൻ്റെ അർത്ഥം. താൻ തന്നെ ജീവജലത്തിൻ്റെ ഉറവ് എന്ന് കർത്താവ് പറയുന്നു. യോഹന്നാൻ 4:14 ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അതിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായിത്തീരുമെന്ന് ഉത്തരം പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനെ, എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് കുടിപ്പാൻ തരണം എന്ന് പറഞ്ഞു. യേശു അവളോട്, പോയി ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞു. എനിക്ക് ഭർത്താവില്ല എന്ന് സ്ത്രീ ഉത്തരം പറഞ്ഞു. എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി. അഞ്ചു ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവൻ ഭർത്താവല്ല എന്ന് യേശു സത്യം എന്ന് പറഞ്ഞു. നീ പറഞ്ഞത് സത്യം തന്നെ എന്ന് പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനെ, നീ ഒരു പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു എന്ന് പറയുവാനിടയായിത്തീർന്നു. യോഹന്നാൻ 4:23 കർത്താവായ യേശു അവളോട് പറയുകയാണ്, സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നും ഇരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരാകണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. യോഹന്നാൻ 4:24 ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ആത്മാവിൽ എന്ന് യേശു പറഞ്ഞത് യഥാർത്ഥ ആരാധനയുടെ തലത്തെയാണ് കാണിക്കുന്നത്. സമ്പൂർണമായ ആത്മാർത്ഥയോടും പരിശുദ്ധാത്മാവിൻ്റെ ജീവനാലും പ്രവൃത്തിയാലുമുള്ള ആത്മാവിനോടും കൂടെ ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലണം. സത്യത്തിൽ എന്നത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്.